തെരുവുകളിലും സ്കൂൾ പറമ്പുകളിലും നടന്ന് ഐസ്ക്രീം വിൽക്കുകയാണ് അബ്ദുള്ളക്കാക്കയുടെ തൊഴിൽ. രാവിലെ മുതൽ അദ്ദേഹം റോഡിലും ഇടവഴികളിലും തന്റെ ഐസ്ക്രീം പെട്ടിയുമായി അലയുന്നു. മുമ്പൊക്കെ സൈക്കിളിലായിരുന്നു കച്ചവടം. മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയിലേക്കുള്ള പ്രധാന റോഡിൽ വടക്കാങ്ങര എന്ന ഗ്രാമത്തിൽ അബ്ദുള്ളക്ക താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് അധികമാർക്കും അറിയില്ല. അറിയുന്നത് നീലക്കാക്ക എന്നു മാത്രം. ഐസ്ക്രീം പെട്ടിയുമായി സ്കൂൾ മുറ്റത്ത് എത്തുന്ന ഈ കാരണവർ കുട്ടികൾക്കും നീലക്കാക്ക തന്നെ. പക്ഷേ നാട്ടുകാർക്കും കുട്ടികൾക്കുമൊന്നും അറിയില്ല ഈ നിറത്തിനു പിന്നിൽ ചില തത്വദർശനങ്ങൾ ഉണ്ടെന്ന കാര്യം. നീലവർണ്ണം സന്തോഷം തോന്നുന്ന വിധത്തിൽ, അതായത് മിക്കവാറും ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് പ്രതികരിക്കുന്ന ഒരു വർണ്ണമായിട്ടാണ് നീലനെ മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് ഇപ്പോൾ ചരിത്രത്തിൽ മുമ്പ് മഹാഭാരതമൊക്കെ വായിച്ചപ്പോൾ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ എല്ലാ മനുഷ്യന്മാരെയും പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിധത്തിൽ നമുക്ക് ശ്രീകൃഷ്ണനോടും ശ്രീകൃഷ്ണൻ്റെ ആ വ്യക്തിത്വത്തിനോടും നമുക്ക് അനുഭവമുണ്ട്. ആ വിധത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന നമ്മൾ ഈ വർണ്ണത്തിനോട് ഇഷ്ടപ്പെടുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. 50 കൊല്ലമായി നീല മാത്രമേ ധരിക്കുന്നുള്ളൂ. പണ്ട് മംഗലാപുരത്ത് പണിയെടുത്തപ്പോൾ തുടങ്ങിയതാണ്. അന്ന് നീലനിറം ആ ജോലിക്കും ഇണങ്ങിയതായിരുന്നു. തിരിച്ചു നാട്ടിലെത്തിയിട്ടും അത് ഉപേക്ഷിച്ചില്ല. നീലക്കാക്കയെന്ന് നാട്ടുകാർ വിളിച്ചപ്പോൾ ആദ്യം പ്രയാസം തോന്നിയിരുന്നു. പിന്നെ ആ പേര് സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യകാലത്തൊക്കെ നമുക്ക് എങ്ങനെ കുട്ടികൾ വിളിക്കുന്നതിനോട് വിരോധം തോന്നിയിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ കാലക്രമേണ ശീലമായി വന്നു. കുട്ടികൾ വിളിക്കുന്നത് പോലെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള അനുഭവത്തിലാണ് പിന്നെ ആ നീല ഷർട്ട് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനോടിപ്പോൾ വിരോധമൊന്നുമില്ല. നീലാക്കാൻ തന്നെ അധികം വിളിക്കൽ. ഐസുകാക്കാന്ന് വളരെ ചുരുക്കം കുട്ടികളും ഉപയോഗിക്കലുണ്ട്. അത് കൂടുതലും കുട്ടികൾ നീലാക്കാന്ന് തന്നെ വിളിക്കുന്നത്. പ്രത്യേക നീല ഡ്രസ്സ് തന്നെ പിന്നെ നല്ല സ്വഭാവമാണ്. എപ്പോൾ വന്നാലും ഐസ് വരും. ആരും ദേഷ്യപ്പെടുത്തൊന്നുമില്ല. നല്ല സ്വഭാവത്തിൽ. എല്ലാവരോടും സൗമ്യമായും സന്തോഷത്തോടെയും പെരുമാറുന്ന നീലക്കാക്ക ഇന്ന് ഏകാകിയാണ്. മകൻ ഗൾഫ് നാട്ടിൽ ജോലി ചെയ്യുന്നു. ഭാര്യ മരിച്ചതോടെ തനിച്ചായി. പക്ഷേ രാഷ്ട്രീയവും സാംസ്കാരികവുമായ വിഷയങ്ങളിൽ സ്വന്തമായ ഉറച്ച വിശ്വാസങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഒരു ദാർശനികന്റെ സ്വരം ആ സംസാരത്തിൽ നിന്ന് അറിയാം. സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ മുഴുവൻ മനുഷ്യന്മാരും സാഹോദര്യപരമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഉള്ള പാർട്ടിപരമായിട്ടുള്ള രീതിയിലുള്ള ഈ സംവിധാനം നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ജനങ്ങൾക്ക്, നാടിനും സമൂഹത്തിനും ദോഷം വരുന്ന സ്ഥിതിവിശേഷങ്ങളാണ് ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. മനുഷ്യരെല്ലാവരും ചേർന്ന് ഒരു സമുദായം അല്ലെങ്കിൽ സമൂഹമായി മാറണമെന്ന് ഈ ഏകാകി ആശിക്കുന്നു. അപ്പോൾ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. നീലക്കാക്കയുടെ ഇത്തരം ചിന്തകൾ പലർക്കും ഇഷ്ടമല്ല. പക്ഷേ അതൊന്നും അദ്ദേഹം വകവെക്കുന്നുമില്ല. നമുക്കിഷ്ടപ്പെട്ടതും നല്ലതുമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നായി പറയുന്നു. അത് യാഥാസ്ഥികന്മാർ എത്രയോ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ പുരോഗമനവാദികളെന്ന് പറയുന്ന ജമാഅത്ത് മുജാഹിദുകൾ കൂടിയും യാഥാസ്ഥികന്മാരിലേറെ യാഥാസ്ഥികന്മാരായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ. ഇത് നീല നിറത്തിന്റെ മാത്രം വിവരണമല്ല. ഏകാഗിയായ മനുഷ്യന്റെ അലച്ചിലിന്റെയും ജീവിതത്തിനുമേൽ അയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കൂടി കഥയാണ്. മറ്റുള്ളവർക്ക് മധുരം വിറ്റ് കൈപ്പേറിയ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന്റെ.